أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا ادع لنا ربك يبين لنا ما هي قال إنه يقول إنها بقرة لا فارض ولا بكر عوان بين ذلك فافعلوا ما تؤمرون. قالوا ادع لنا ربك يبين لنا ما لونها قال إنه يقول إنها بقرة صفراء فاقع لونها تسر الناظرين. قالوا ادع لنا ربك يبين لنا ما هي إن البقرة شابه علينا وإنا إن شاء الله لمهتدون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 69 മുതൽ 71 വരെയുള്ള ആയത്തുകളാണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചത്. ഈ ആയത്തുകളുടെ അർത്ഥം ഇപ്രകാരമാണ്. അവർ പറഞ്ഞു, നീ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക. അത് ഏതു തരം പശുവാണെന്ന് അവൻ ഞങ്ങൾക്ക് വ്യക്തമാക്കി തരട്ടെ. അദ്ദേഹം പറഞ്ഞു, അതധികം പ്രായം കൂടിയതോ പ്രായം കുറഞ്ഞതോ അല്ല. അത് പൂർണ്ണ വളർച്ചയെത്തിയ ഇടത്തരം പശുവായിരിക്കണമെന്ന് അവൻ പറയുന്നു. അതുകൊണ്ട് നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്നത് നിങ്ങൾ നിർവഹിച്ചു കൊള്ളുക. അവർ പറഞ്ഞു, നീ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക. അതിൻ്റെ നിറമെന്താണെന്ന് അവൻ ഞങ്ങൾക്ക് വ്യക്തമാക്കി തരട്ടെ. അദ്ദേഹം പറഞ്ഞു, അത് കാണികൾക്ക് ആഹ്ലാദം ജനിപ്പിക്കുന്ന ശുദ്ധ മഞ്ഞ നിറമുള്ള പശുവാണെന്നവൻ പറയുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി നീ നിന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുക. അത് ഏതു തരത്തിലുള്ളതാണെന്ന് അവൻ ഞങ്ങൾക്ക് വ്യക്തമാക്കി തരട്ടെ. പശുക്കൾ അന്യോന്യം സാദൃശ്യങ്ങളായി ഞങ്ങൾക്ക് കാണപ്പെടുന്നു. അള്ളാഹു ഇച്ഛിക്കുന്ന പക്ഷം നിശ്ചയമായും ഞങ്ങൾ നേർവഴി പ്രാപിക്കും. സയ്യിദ്ന ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തുകളുടെ വിശദീകരണത്തിൽ പറയുന്നു, ഈ ആയത്തിന് മുമ്പുള്ള ആയത്തിൽ ഒരു പശുവിനെ അല്ലെങ്കിൽ ഒരു കാളയെ അറുക്കണമെന്ന് മാത്രമായിരുന്നു കൽപ്പന നൽകിയിരുന്നത്. എന്നാൽ യഹൂദരുടെ മനസ്സിൽ കളവുണ്ടായിരുന്നതിനാൽ അവർ അതിൻ്റെ അടയാളങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അതിന് മറുപടിയായി അള്ളാഹു പറഞ്ഞു, അത് ഫാരിദുൻ, അതായത് പ്രായം കൂടിയതോ ബിക്റുൻ, പ്രായം കുറഞ്ഞതോ ആകരുത്, മറിച്ച് അവാനുൻ, യുവത്വമുള്ളതായിരിക്കണം. ബൈന ദാലിക എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം അതിൻ്റെ ഇടയിൽ എന്നാണ്. ഇടയിൽ എന്ന വാക്ക് ഒരു വസ്തുവിനെ കുറിച്ച് ഉപയോഗിക്കാറില്ല, മറിച്ച് രണ്ടോ അതിലധികമോ വസ്തുക്കളെക്കുറിച്ചാണ് പറയാറുള്ളത്. അതിനാൽ ഇവിടെ ഒരു ചോദ്യം ഉയരുന്നത് അതിൻ്റെ ഇടയിൽ എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ്. ഇതിൻ്റെ ഉത്തരം ഇതാണ്. വാസ്തവത്തിൽ ഇവിടെ ദാലിക എന്നതിൻ്റെ അർത്ഥം ഫാരിദുൻ ഒപ്പം തന്നെ ബിക്റുൻ എന്നിവയുടെ സമ്മിശ്രമാണ്. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലെന്നാണ് അർത്ഥം. ഹുസൂർ പറയുന്നു, അല്ലെങ്കിൽ ഒരു ദാലിക മഹ്സൂഫായതാകാം. അതിൻ്റെ അർത്ഥം ബൈന ദാലിക വ ദാലിക, അതായത് അതിൻ്റെയും ഇതിൻ്റെയും ഇടയിലെന്നാകാം. ഫഫ്അലു മാ തുഅമറൂൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി കൂടുതൽ സ്വയം നിന്ദിതരാകരുത്, നിങ്ങളോട് പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് കൽപ്പന നൽകി. അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കരുത്. എന്നാൽ അടുത്ത ആയത്തുകളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നിട്ടും അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് പിന്മാറിയില്ല എന്നാണ്. അതിനുശേഷം 70-ാമത്തെ ആയത്തിൻ്റെ തഫ്സീറിൽ ഹുസൂർ പറയുന്നു, നിന്റെ കുറവുകൾ ഞങ്ങൾ മറച്ചു വയ്ക്കുകയാണ്. അതിനാൽ നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്നത് ചെയ്തു കൊള്ളുക എന്ന് അള്ളാഹുവിൻ്റെ താക്കീതുണ്ടായിട്ടും അവർ ആദ്യത്തെ ചോദ്യത്തിൽ തൃപ്തരാകാതെ വീണ്ടും ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അവർ ചോദിച്ചു, അതിൻ്റെ നിറം എന്താണ്? അതിന് മറുപടിയായി അള്ളാഹു പറഞ്ഞു, അതിൻ്റെ നിറം സഫ്രാഉൻ ഫാക്കിഹുൻ, അതായത് തിളങ്ങുന്ന മഞ്ഞ നിറമായിരിക്കും. അറബി ഭാഷയിൽ ഓരോ നിറത്തിനും
പ്രത്യേക വിശേഷണങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു. ഉദാഹരണത്തിന് സൗദാ എന്നത് കറുപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ വളരെ കടുത്ത കറുപ്പ് എന്ന് പറയാൻ ഖാലിഖുൻ എന്ന വിശേഷണം ചേർക്കുന്നു. അതുപോലെ സഫ്രാഉൻ എന്ന വാക്ക് മഞ്ഞ നിറത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അതിമനോഹരവും തിളക്കമുള്ളതുമായ മഞ്ഞ നിറത്തെ ഉദ്ദേശിക്കുമ്പോൾ ഫാക്കിഹുൻ എന്ന വിശേഷണം ഉപയോഗിക്കുന്നു. ഹുസൂർ പറയുന്നു, ബൈബിളിൽ ഈ പശുവിനെ ചുവന്ന പശു എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ ഇതിനെ സഫ്രാഉൻ മഞ്ഞ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ചിലർ ഇതിനെ ഒരു വൈരുദ്ധ്യമായി കണക്കാക്കുന്നു. ഹുസൂർ പറയുന്നു, ഞാൻ മുമ്പും പറഞ്ഞതാണ്, വിശുദ്ധ ഖുർആൻ പോലെ സംരക്ഷിതമായ ഒരു ദൈവീക ഗ്രന്ഥത്തിന് ബൈബിളുമായി വ്യത്യാസമുണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല. ബൈബിൾ സംരക്ഷിതമല്ല, എന്നാൽ വിശുദ്ധ ഖുർആൻ സംരക്ഷിതമാണ്. എന്നിരുന്നാലും എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു വൈരുദ്ധ്യമേ അല്ല. കാരണം ചില നിറങ്ങൾ പരസ്പരം സാമ്യമുള്ളവയാണ്. വ്യത്യസ്ത ദൃഷ്ടികോണുകളിൽ നിന്ന് അവയ്ക്ക് വ്യത്യസ്ത പേരുകൾ നൽകപ്പെടുന്നു എന്ന് മാത്രം. തിളങ്ങുന്ന മഞ്ഞ നിറവും അത്തരത്തിലുള്ള ഒരു നിറമാണ്. ഒരു വ്യക്തി ഇതിനെ മഞ്ഞ എന്ന് വിളിക്കാം, മറ്റൊരു വ്യക്തി ഇതിനെ ചുമപ്പ് എന്നും അല്ലെങ്കിൽ കുങ്കുമ നിറമോ എന്നോ വിളിക്കുന്നു. ഈ പശുവിൻ്റെ നിറവും അങ്ങനെ ഒരു നിറമാണ്. യഹൂദർ അതിനെ ചുവപ്പ് എന്ന് വിളിച്ചു, അറബികൾ അതിനെ മഞ്ഞ എന്ന് വിളിച്ചു. മാത്രവുമല്ല, ഖുർആൻ അവതരിച്ചത് അറബി ഭാഷയിലാണ്. അതിനാൽ അറബി ഭാഷയുടെ ശൈലിയിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതും. അതിനുശേഷം 67-ാമത്തെ ആയത്തിൻ്റെ തഫ്സീറിൽ ഹുസൂർ പറയുന്നു, അതിനുശേഷവും ഈ ചോദ്യങ്ങൾക്കെല്ലാം ശേഷവും അവർ ചോദ്യങ്ങൾ അവസാനിപ്പിച്ചില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ചുകൂടി അടയാളങ്ങൾ പറഞ്ഞു തരൂ. എന്നാൽ അവരുടെ മനസ്സിൽ അവർ ഉറപ്പിച്ചിരുന്നത് ഈ സ്ഥലത്ത് പശുവിനെ ബലി കൊടുക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഇടയിൽ ബഹുമാനിക്കപ്പെടുന്ന ആ ഒരു പ്രത്യേക കാളയാണ് എന്നാണ്. അതിനാൽ അവർ തീരുമാനിച്ചു, ഇതേ കൽപ്പന തന്നെ വന്നാൽ ഞങ്ങൾ ആ കാളയെ ബലിയർക്കും. അതോടൊപ്പം അവർ ഇങ്ങനെയും പറഞ്ഞു, ഇന്ന ഇൻഷാ അല്ലാഹു ല മുഹ്തദൂൻ, അതായത് അള്ളാഹു ഉദ്ദേശിച്ചാൽ നീ പറയുന്ന ഏത് കാളയെയും ഞങ്ങൾ ബലിയർക്കും. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.